under the boughs where the shadows play. The wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പിള്ളേർക്ക് അവധി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. പിള്ളേർ പറയുകയാണെങ്കിൽ പിള്ളേരെ അമ്മ വീട്ടിൽ നിന്നൊക്കെ പറയും. ഇപ്പോൾ വെക്കേഷൻ ടൈമിൽ പിള്ളേർക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടി പള്ളികളിൽ ബൈബിൾ സ്കൂൾ നടക്കുന്നുണ്ട് കേട്ടോ. VBS എന്ന് പറയും, വെക്കേഷണൽ ബൈബിൾ സ്കൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒത്തിരി പിള്ളേർ വരും. പിള്ളേർക്ക് അങ്ങനെ മുഷിച്ചിലൊന്നും ഇല്ല. അപ്പം ഉച്ചവരേക്കുള്ള പരിപാടിയേ ഉള്ളൂ. കുറേ പാട്ടുകളും ആക്ഷൻ സോങ്സും കഥകളും ഒക്കെ പഠിപ്പിച്ച് കളറിംഗ് ഒക്കെ ചെയ്ത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ രാവിലെ മറിയക്കുട്ടിയും മാത്തപ്പനും പള്ളിയിൽ VBSന് പോകാൻ വേണ്ടിയിട്ടുള്ള ഞാനും രാവിലെ എഴുന്നേറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ ഒന്ന് കഴുകി മുടിയൊക്കെ ചെയ്യി. ഇതാണ് നമ്മുടെ കല്ലൂസ്. ഇവർക്ക് 4 മാസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും കുഞ്ഞാവ. ഇത് എൻ്റെ ബ്രദറിൻ്റെ രണ്ടാമത്തെ കുഞ്ഞാണ് കേട്ടോ. മൂത്താണ് കാത്തു, രണ്ടാമത്തേത് കല്ലു. എമ്മി എസ എന്നാണ് ഇവരുടെ പേര്. കല്ലൂസ് വന്നു കഴിഞ്ഞാൽ ജോസൂട്ടിന് പിന്നെ വേറെ ആരെയും വേണ്ട. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇവളെ. ഒരു ദിവസം തന്നെ ഇവന്റെ കയ്യിൽ നിന്ന് ഒരു 100 ഉമ്മയെങ്കിലും കുറഞ്ഞത് അവൾക്ക് കിട്ടും. കല്ലും ഈ ഒരു പ്രായമായതുകൊണ്ട് എല്ലാവരെയും ശ്രദ്ധിക്കുന്ന ആ ഒരു ടൈമൊക്കെ ആണല്ലോ. അപ്പോൾ ജോസൂട്ടന് അടുത്ത് വരുന്നതും അവൻ എന്തൊക്കെ ചെയ്യുന്നു, അവൻ എന്തൊക്കെ പറയുന്നു, ഇതൊക്കെ നോക്കിയപ്പോൾ അമ്മ ഇങ്ങനെ കിടക്കും കേട്ടോ. വരാനായില്ല. ബേബി നോക്കുന്നു കുഞ്ഞിനെ, ബേബി നോക്കുന്നു. അയ്യോ വേണ്ട വേണ്ട. പിള്ളേരപ്പോൾ VBSനൊക്കെ പോയി. അപ്പം ഞങ്ങളും ഈ കുഞ്ഞുവാവകളുമേ ഉള്ളു ഇവിടെ. അപ്പോൾ രാവിലെ തന്നെ ഇഡലിയും സാമ്പാറും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തൂത്ത് വരാനായിട്ടൊക്കെ തുടങ്ങി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ കുക്കിങ്ങോ പരിപാടികളോ ഒന്നും ഇല്ല എനിക്ക്. തൂത്ത് വരിക, ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ വെക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, ഇത് നമ്മുടെ ഹാളാണ്, ഹാളൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് സോഫ കവറൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് തൂത്തുവാരി ഒന്ന് ക്ലീൻ ആക്കി ഇടുന്നു. ബാക്കി കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ അമ്മയാണ് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നും ഇല്ല കേട്ടോ. പണി ഇല്ലാഞ്ഞിട്ടല്ല, പണിയൊന്നും നമുക്ക് തരാഞ്ഞിട്ടാണ്. നമ്മൾ അവിടെയും പണിയുമല്ല, ഇവിടെയും വന്ന് കിടന്ന് പണിയുണ്ടല്ലോ, അവിടെയും പിള്ളേരെ തന്നെ. നമ്മുടെ അമ്മമാരും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. എന്നാലും നമുക്കൊരു ഇങ്ങനെ ഒരു സമയമൊക്കെ തരാനായിട്ട് നമ്മുടെ അമ്മമാർക്കല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടുപേരും കുളിക്കാനായിട്ട് ഇവിടെ റെഡിയായി എണ്ണയൊക്കെ തേച്ച് നിൽക്കുകയാണ്. അപ്പോൾ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ പപ്പി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ആദ്യമേ തന്നെ അമ്മ കല്ലൂസിനെ ഇങ്ങ് കുളിപ്പിച്ചിട്ട് ഇങ്ങ് തന്നു. ജോസൂട്ടിന് അവിടെ നിന്ന് വെള്ളമൊക്കെ കോരി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്ലൂനെ ഞാൻ കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ഒക്കെ പാലൊക്കെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വയറ് നിറച്ച് പാലൊക്കെ കുടിച്ചിട്ട് കല്ലൂസ് അങ്ങ് ഉറങ്ങട്ടോ. ജോസൂട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരക്കുട്ടപ്പനായി. ഇപ്പോൾ അവൻ ഉറങ്ങത്തില്ല, കുറച്ചുകൂടെ കഴിഞ്ഞേ ഉറങ്ങത്തുള്ളൂ. അപ്പം അത്രയും നേരം അമ്മ അവിടെ കറിക്ക് അരിയുന്നുണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്കൊരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ വേണ്ടി ജോസൂട്ടിന് ആ ഒരു ഏരിയയിലേക്ക് അങ്ങ് പോയി. ഒരു 11:30 കഴിഞ്ഞപ്പോഴത്തേക്കിന് പിള്ളേര് VBS ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കാത്തൂസും VBSന് പോകുന്നുണ്ട് കേട്ടോ. അവൾക്കൊന്നും പഠിക്കാനൊന്നുമല്ല, ചുമ്മാ ഒരു രസത്തിന് വേണ്ടി അവളെ അങ്ങ് കൊണ്ടുപോകുന്നതാണ്. പിള്ളേർ VBS എല്ലാം കഴിഞ്ഞ് വന്നു. പിള്ളേരെല്ലാം ഒത്തുചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. ഭയങ്കര ഒച്ചയും ബഹളവും കളികളും ചിരിയും കരച്ചിലും വഴക്കും എല്ലാം ഇതിനിടയ്ക്കുണ്ട്. പിന്നെ അമ്മ തുണിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പം ചുമ്മാ ഒരു ഹെൽപ്പിന് ഞാനും പോയി. പിന്നെ ഉച്ചക്കത്തേന്
കഴിക്കാനായിട്ട് മാത്തുക്കുട്ടിനും മറിയക്കുട്ടിക്കും അമ്മ മാങ്ങ ഉപ്പിലിട്ടത് മുളക് കൂടെ ചാലിച്ച് കൊടുത്തപ്പം എനിക്കും തന്നിട്ടുണ്ട്. വൈകുന്നേരം കുറച്ച് കളിയൊക്കെ കഴിഞ്ഞിട്ട് സന്ധ്യയായപ്പോൾ രണ്ടുപേരും കുളിച്ച് കയറിയിട്ടുണ്ട്. അമ്മ തയ്ക്കും. അമ്മയുടെ പഴയ മെഷീനാണിത്. അമ്മയ്ക്ക് ഇപ്പോൾ പിന്നെ അല്ലാതെ ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു മെഷീനുണ്ട്. അപ്പോൾ മാത്തക്കുട്ടൻ ഇവിടെ അവധിക്ക് വന്നപ്പം ചവിട്ടാനൊക്കെ പഠിച്ചു. അപ്പോൾ അവൻ്റെ ഷോർട്സിൻ്റെ മൂട് കീറിയത് അവൻ തന്നെ ഇരുന്ന് തയ്ക്കുവാണ്. ഈ മെഷീനിൽ നൂലിടാനും ചവിട്ടാനും ഒക്കെ അവൻ പെട്ടെന്ന് തന്നെ പഠിച്ചു. സത്യം പറഞ്ഞാൽ പിള്ളേർ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് കാണുമ്പം നമുക്കും ഒരു സന്തോഷമൊക്കെ ആണല്ലോ. അപ്പോൾ അമ്മ അവിടെ ഓരോ ബ്ലൗസിനുള്ളതൊക്കെ കട്ട് ചെയ്യുകയും തയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവന് ഓരോ സംശയങ്ങൾ ഇനി എവിടെ നിന്ന് അടിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വന്നിരുന്ന് വീണ്ടും കൂട്ടിപ്പിടിച്ച് തയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവനെ തയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഇവനിതൊരു ഹോബിയാക്കി അങ്ങ് എടുത്തിരിക്കുകയാണ്. എപ്പോൾ വന്നിരുന്നാലും ഞാൻ തയ്ക്കട്ടെ എന്ന് പറയും. അമ്മ പിന്നെ ഓരോരോ തുണി അങ്ങ് കൊടുക്കും. അപ്പം ഇതിപ്പോൾ അമ്മ അവന് പറഞ്ഞു കൊടുക്കുകയാണ് ഇതെങ്ങനെയാണ് പിടിക്കേണ്ടത്, എവിടെ നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് അമ്മ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഷോർട്സ് ആണ്. ആദ്യം ഒരു ഷോർട്സ് അടിച്ചെടുത്ത് വെച്ചായിരുന്നു. പക്ഷെ ഇവന് ഇതിങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പിടിക്കണം എന്നൊന്നും അറിയത്തില്ല. അടിക്കാനറിയാം. അപ്പം അമ്മ പറഞ്ഞു കൊടുത്തത് മനസ്സിലാക്കി അപ്പോൾ ക്ലിയർ ആയിട്ട് അതവിടെ അങ്ങനെ നേരെ വെച്ച്, അതിനിടയ്ക്ക് നൂല് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇരുന്ന് നൂലൊക്കെ, അതായത് മെഷീനിൽ നൂല് ഇങ്ങനെ ഇട്ട് വരുന്നതിന് ഓരോ ഇതുണ്ടല്ലോ, ഓരോരോ പൊസിഷൻ ഉണ്ടല്ലോ, അതെല്ലാം കറക്റ്റായിട്ട് ഇടാനായിട്ടൊക്കെ ആൾ പഠിച്ചു. പിന്നെ ബോബനും കേസും ഒക്കെ അതിനകത്ത് നൂല് ചുറ്റാനും ആ കേസിനകത്തൂടെ എങ്ങനെ നൂല് ഇതാക്കി എടുക്കണം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു. അപ്പോൾ ഇവനിത് പഠിച്ചെന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിലും ഞാനിപ്പോഴാണ് കാണുന്നത്. അതൊക്കെ ബോബനും കേസും ഒക്കെ അതിനകത്ത് ഇടാനും നന്നായിട്ട് അറിയാം കേട്ടോ. അങ്ങനെ സൂചിക്കകത്തൂടെ നൂലൊക്കെ കയറ്റി കറക്റ്റായിട്ട് ഇപ്പം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഏത് കാര്യവും നല്ല ഇൻട്രസ്റ്റോടെ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ആ കാര്യം നമ്മളങ്ങ് പഠിച്ചെടുക്കും. ഇപ്പം മാത്തപ്പനാണെങ്കിലും ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ആദ്യമേ തന്നെ ഈ നൂലൊക്കെ കയറ്റുന്നതൊക്കെ ഒരു ടാസ്ക് ആണല്ലോ. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങും ഈ അടിക്കുന്നതും ഈ കയറ്റുന്നതും എല്ലാം ആൾക്കൊരു ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയപ്പോഴാണ് പെട്ടെന്നതങ്ങ് പഠിച്ചെടുത്തത്. അവിടെ നേരത്തെ അടിച്ചല്ലേ, അടിയിലോട്ട് അടിക്കും. ഇവിടെ നിന്ന് അടിച്ചു തുടങ്ങിയാൽ മതിയടാ. അപ്പോൾ അവന് ഓരോന്നും പറഞ്ഞു കൊടുത്ത് ഞാനും അവൻ്റെ കൂടെ അങ്ങ് നിൽക്കുമായിരുന്നു. എന്തായാലും അവനത് അടിച്ച് 2 ഷോർട്സ് അവൻ തന്നെ അടിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊന്നുമില്ല, ഭക്ഷണം കഴിച്ച് അങ്ങ് ഉറങ്ങുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.